മലപ്പുറം നിലമ്പൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിന്റെ 14-കാരൻ കിണറ്റിൽ വീണു. ആൾമറയില്ലാത്ത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. നിലമ്പൂർ അഗ്നിരക്ഷാസേന എത്തിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയ ഒരു കിണറ്റിൽ അകപ്പെട്ട കുട്ടിയാണ്. അവർ ഫുട്ബോൾ കളിച്ചു. അവർ പറമ്പിൽ നിർമ്മാണത്തിരിക്കുന്ന കിണറിലേക്ക് ഫുട്ബോൾ കളിച്ച കുട്ടി ഓടി അതിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ഉടൻ തന്നെ നമുക്ക് സേനാംഗങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ ചാരിതാർത്ഥ്യമുണ്ട്. എങ്കിൽ തന്നെയും ഇത്ര അപകടങ്ങൾ ഏറി വരുന്ന സമയത്ത് മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയിലെത്തണമെന്ന് വീണ്ടും ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. നിഖിൽ പ്രമേഷ് ഉണ്ട് മലപ്പുറത്ത് നിന്ന്. നിഖിൽ, കുട്ടിക്ക് എന്തെങ്കിലും പരുക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? അമൽ, ഇന്ന് രാവിലെ 9:30 കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫയർ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ ഒരു കുട്ടി കിണറ്റിൽ വീണിട്ടുണ്ട് എന്നാണ് അവർ ആദ്യം അറിയുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഈ ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്തേക്ക്, ഈ ചുങ്കത്തറ മാമ്പോയിൽ എന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ഈ കുട്ടി ഇതിലേക്ക് വീഴുന്നത് തന്നെ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഒരു ആൾമറയില്ലാത്ത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഈ കിണറ്റിലേക്ക് ഇറങ്ങിയ ഒരാളെയും ഈ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഒരു വലയുടെ സഹായത്തോടു കൂടി ഇരുവരെയും പുറത്തെത്തിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ കാലിന് ആണ് പരിക്കേറ്റിട്ടുള്ളത്. ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഈ കുട്ടിയെ മാറ്റുകയായിരുന്നു. ഈ കുട്ടിയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഫയർഫോഴ്സ് സംഘം കൃത്യസമയത്ത് എത്തി ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുട്ടികൾ അവധിക്കാലമാണ്, കുട്ടികൾ വീട്ടിൽ നിന്ന് അല്പം ദൂരെയൊക്കെ പോയി കളിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അമൽ, ക്രിസ്റ്റിന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.